കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധാരണ നമുക്കുണ്ടാകുന്ന പ്രവണത ടെൻഡൻസി 3 തരത്തിൽ നമ്മുടെ ജീവിത കാര്യങ്ങളിൽ നമ്മൾ ആശ്രയിക്കാൻ നമുക്ക് പ്രേരണയുണ്ടാവും. ഒന്ന്, സ്വയ ആശ്രയം, സ്വന്തം ബലത്തിലുള്ള ആശ്രയം, സ്വന്തം പണത്തിൽ, സ്വന്തം ശക്തിയിൽ, സ്വന്തം കഴിവിൽ, സ്വന്തം വിദ്യാഭ്യാസത്തിൽ സ്വയാശ്രയം. രണ്ടാമത്, മറ്റൊന്ന്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മുടെ കഴിവിൽ നിൽക്കാതെ പോകുമ്പോൾ നമുക്ക് വരുന്ന ടെൻഡൻസി ഇതാണ്, പരാശ്രയം. ആരെങ്കിലും എന്നെ സഹായിക്കും, അവരെന്നെ സഹായിക്കുമായിരിക്കും, പരാശ്രയം. മൂന്നാമത്തേത്, ഈ തിരുവചനത്തിൽ മുഴുവൻ നമ്മൾ കാണുന്ന കാര്യം, ബൈബിൾ ഈ ആദ്യ പുറം മുതൽ ഒടുവിലത്തെ പുറം വരെ കാണുന്നത് ദൈവാശ്രയം. ദൈവത്തിൽ ആശ്രയിച്ചവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുതം ലജ്ജിക്കാനിടയാകാതെ, മനുഷ്യരുടെ മുമ്പിൽ കൈ നീട്ടാനിടയാകാതെ അത്ഭുതകരമായി നടത്തിയ വഴികളുടെ ഒരു സമാഹാരമാണ്, അങ്ങനെ നടന്ന അത്ഭുതങ്ങളുടെ ഒരു സമാഹാരമായി എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം. മനുഷ്യനെ ദൈവം നടത്തുന്നു, ദൈവാശ്രയം. അതുകൊണ്ട് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് 3 കാര്യത്തെക്കുറിച്ചാണ്: സ്വയാശ്രയം, പരാശ്രയം, ദൈവാശ്രയം. ഒരു വാക്യം വായിക്കാം. പത്രോസിൻ്റെ ലേഖനത്തിലെ ഒരു വചനമാണ്. 1 പത്രോസ് 5-ാം അധ്യായം അതിൻ്റെ 6-ാമത് വചനം വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പീൻ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വയാശ്രയം, പരാശ്രയം, ദൈവാശ്രയം, ഈ 3 ആശ്രയങ്ങളെക്കുറിച്ച്. ഇവിടെ കർത്താവ് മനുഷ്യരെ ഉയർത്തുമെന്നാണ് പറയുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം ഉയർത്തും, ഒരിക്കലും താഴാൻ സമ്മതിക്കത്തില്ല, ഉയർത്തും, മാനിക്കും. എന്നാൽ ഈ ലോകത്തിൽ 3 തരം ഉയർച്ചകൾ കാണാം. ഒന്ന്, സ്വയം ഉയരുന്നവരുണ്ട്. യേശു കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും. എങ്ങനെങ്കിലും 10 പേരുടെ മുമ്പിൽ ഒന്ന് പേര് കാണിക്കാൻ, ഞാൻ ആളാണെന്ന് കാണിക്കാൻ ഒക്കെ ശ്രമിക്കുന്നവരുണ്ട്. സ്വന്തം കഴിവിനെ ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതാണ് തന്നെത്താൻ ഉയർത്തുക. നമ്മളിപ്പോൾ നമ്മുടെ കാലയിൽ ഇങ്ങനെ പൊങ്ങി വിരലേൽ കുത്തി, കാൽ വിരലുകളിൽ കുത്തി വേണേ കുറേ നേരം നമുക്ക് എല്ലാവരേക്കാളും പൊങ്ങി നിൽക്കാൻ ശ്രമിക്കാം. പക്ഷേ നമ്മുടെ ശക്തി കുറഞ്ഞു പോവും. ആർക്കും അങ്ങനെ നിൽക്കാനൊക്കത്തില്ല. കുറച്ച് കഴിയുമ്പം കാല് തളരും, ഇരിക്കണമെന്ന് തോന്നും. ഒരിക്കലും എനിക്ക് എൻ്റെ ബലത്തിൽ പൊങ്ങി നിൽക്കാനൊക്കത്തില്ല. ഞാൻ എത്ര നേരം നിൽക്കുന്നു, തളർന്ന് താഴെ വീഴും. രണ്ടാമത്തെ ഒന്നാണ്, മനുഷ്യൻ എന്നെ ഉയർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റു മനുഷ്യരുടെ തോളിൽ ഉയർന്നു നിൽക്കാനുള്ള ശ്രമം. കുറേ പേര് കൂടി എൻ്റെ പേര് പറഞ്ഞോണം, അല്ലെങ്കിൽ എന്നെ ആളാക്കിക്കോണം, നിങ്ങളൊക്കെ എൻ്റെ കൂടെ വേണം എന്നൊക്കെ പറയുന്നവരുണ്ട്. നമുക്കറിയാം, സാധാരണ കൂടുതൽ ആൾക്കാരുടെ നമ്മളെ പുറകിലുണ്ടെങ്കിൽ, അണികൾ ഉണ്ടെങ്കിൽ, അണികളുടെ ബലത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ മനുഷ്യരൊക്കെ എൻ്റെ കൂടെ കാണും, ഇന്നോരൊക്കെ ഉണ്ട്. ചിലരാണെങ്കിൽ അവരെ വേണേൽ പൈസയും കൂടെ കൊടുത്ത് കൂടെ നിർത്താൻ ശ്രമിക്കും. അപ്പോൾ അവിടെ നമ്മൾ കാണുന്ന മനുഷ്യർ നമ്മളെ ഉയർത്തുന്ന, അപ്പോൾ കുറേ പേര് കൂടി നമ്മളെ അങ്ങോട്ട് പൊക്കി എന്നിരിക്കട്ടെ. ഇയാൾ വലിയ ആളാണ്, പ്രസംഗകനാണ്, അല്ലെങ്കിൽ പാട്ടുകാരനാണ്, ഇതൊക്കെ പറഞ്ഞ് നമ്മളെ ഉയർത്തിയാൽ, പുകഴ്ത്തിയാൽ, മറ്റുള്ളവരുടെ
ഈ പുകഴ്ച വാക്കുകളിൽ നമ്മൾ ഉയരാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നത്, അവർ കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമുള്ള താല്പര്യങ്ങൾ അവർക്ക് കിട്ടാതെ വരുമ്പം അവർ നമ്മളെ താഴ്ത്തിടും. ഇട്ടിട്ട് അടുത്ത ആളെ അവർ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അതാണ് മനുഷ്യരുടെ പ്രത്യേകത. മനുഷ്യൻ്റെ കാലുകളിൽ ഉയരരുത്. നമ്മൾ വല്ലവരുടെയും തോളിൽ നമ്മളെ പൊക്കി പിടിച്ചുകൊണ്ടെന്നാൽ കുറച്ച് നേരം കഴിയുമ്പോൾ അവർക്ക് കൈ കഴിക്കും, കാല് കഴിക്കും, അല്ലെങ്കിൽ അവർക്ക് വേറെ താല്പര്യം വരുമ്പോൾ നമ്മളെ ഇട്ടിട്ട് അവർ പോകും. എന്നാൽ മൂന്നാമതൊരു ഉയർച്ചയുണ്ട്, അതാണ് ദൈവം ഉയർത്തുന്നത്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ വായിച്ച വാക്യം 1 പത്രോസ് 5:6. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കൈക്കെടുത്താണ് ഇരിപ്പിൻ. ഈ കരം ഭൂമിയിൽ നിന്ന് വരുന്ന അല്ല. ഇവിടെ എന്നെ ഉയർത്തുന്നത് മനുഷ്യരല്ല, അദൃശ്യനായ ദൈവം തന്നിൽ ആശ്രയിക്കുന്നവരെ തൻ്റെ കരം ഉയരത്തിൽ നീട്ടി എന്നെ വിടുവിക്കുക. ഇത് ഉയരത്തിൽ നിന്നുള്ളതാകയാൽ ആർക്കും എന്നെ താക്കാനൊക്കത്തില്ല. ഞാൻ സ്വയം ഉയർന്നാൽ, വേറെ ആരെങ്കിലും എന്നേക്കാൾ ഉയർന്നാൽ, അല്ലെങ്കിൽ അവർക്കെന്നെ വേണം താഴ്ത്താം, അല്ലെങ്കിൽ ഞാൻ മനുഷ്യരുടെ താല്പര്യങ്ങളിൽ ഉയർന്നാൽ അവർക്കെന്നെ താഴ്ത്താം. പക്ഷേ കർത്താവ് ഒരാളെ ഉയർത്തിയാൽ ആ വ്യക്തിയെ താഴ്ത്തുവാൻ ആർക്കും സാധ്യമല്ല. സോ 3 തരം ആശ്രയങ്ങളെക്കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 1 സ്വയാശ്രയം, 2 പരാശ്രയം, 3 ദൈവാശ്രയം. ഇതിനെല്ലാം ഉദാഹരണങ്ങളായി ഈ തിരുവചനത്തിൽ അനേകമുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൽ എനിക്കങ്ങനെ ആശ്രയിക്കാൻ പറ്റും. നമ്മൾ സാധാരണ ഒരു കാര്യം വരുമ്പോൾ പെട്ടെന്ന് മനുഷ്യനെ കണ്ണിൽ കാണുന്നതിലല്ലേ ആശ്രയിക്കാനൊക്കത്തുള്ളൂ. എനിക്കിപ്പോൾ ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന എനിക്ക് പൈസ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് വസ്തു കിടപ്പുണ്ടല്ലോ, ഒന്നുമില്ലേലും എനിക്ക് ഇന്ന ജോലിയൊക്കെ അറിയാമല്ലോ, ഇപ്പോഴത്തെ ജോലി പോയാലും ഇന്ന പണി ചെയ്യുക, അത് എന്നിൽ ഞാൻ ആശ്രയിക്കുക. മനുഷ്യൻ പെട്ടെന്ന് കാണുന്ന കാര്യങ്ങളിൽ ആശ്രയിക്കുന്നു അല്ലേ? അപ്പോൾ തന്നെ ഇനി എൻ്റെ കഴിവുകൾ തീർന്നാൽ പെട്ടെന്ന് മനുഷ്യൻ മറ്റുള്ളവരിൽ ആശ്രയിക്കുമ്പോഴും അവൻ കാണുന്നിടത്തോട്ടുണ്ട്, ആ മനുഷ്യൻ്റെ കയ്യിൽ പൈസ ഉണ്ട്, ഇന്നയാൾ ഇന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ്, അയാളെ പോയി ആശ്രയിക്കാം. അതാണ് പരാശ്രയം. എന്നാൽ മൂന്നാമത്തെ ആശ്രയമാണ് ദൈവാശ്രയം. പക്ഷേ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. ഇവിടെ പോയി ആശ്രയിക്കുക, ദൈവം എവിടെ ഇരിക്കുക? ദൈവത്തെ അങ്ങനെ കാണാൻ പറ്റും? അതിനും കൂടെ ഉള്ളൊരു മറുപടിയാണ്. അതിനാണ് ക്രിസ്തുവിനെ ദൈവം ഈ ഭൂമിയിലേക്ക് വിട്ടത്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 17-18 ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. അതെ, കണ്ടിട്ടില്ലല്ലോ. എവിടെ ചെന്ന് ദൈവം ഉണ്ടെന്ന് കാണും. ആര് പറയുന്നിടത്താ ദൈവം? ആരാ ദൈവം? എവിടാ ദൈവം? ദൈവത്തിന് ഞാൻ വല്ലതും കൊടുക്കണോ? ആര് പറയുന്നത് ശരി എന്നൊക്കെ ഒത്തിരി കൺഫ്യൂഷൻ വരുമ്പോൾ യഹൂദജനത്തിന് ഏറ്റവും അധികം ദൈവം തന്നെ വെളിപ്പെടുത്തിയ സത്യദൈവം, ജീവനുള്ള ദൈവം, ഏക ദൈവം ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് സ്വന്തം വെളിപ്പെടുത്തലുകൾ കൊടുത്തു. ഇസ്രായേലിന് അത് കൊടുത്തത് ഇസ്രായേലിനെ മാത്രം ദൈവം സ്നേഹിച്ചുകൊണ്ടല്ല. നമുക്കറിയാമല്ലോ, ദൈവപുത്രനെ ക്രൂശിച്ചവരാണ് ഇസ്രായേൽക്കാർ. എങ്കിലും ദൈവം അബ്രഹാമിനെ തിരഞ്ഞെടുത്തു, ഇസ്രായേൽ ജനതയ്ക്ക് തന്നെ വെളിപ്പെടുത്തി കൊടുത്തു. പക്ഷേ അവർക്ക് കൊടുത്തത്, നീ ഭൂലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷിയാകുക, അല്ലെങ്കിൽ ലോകം മുഴുവനുള്ളവർക്ക് വെളിച്ചം പകരുവാൻ ഒരു ജനതയ്ക്ക് സത്യദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഇസ്രായേലിന് പോലും ദൈവത്തെക്കുറിച്ച് സമ്പൂർണ്ണമായൊരു വെളിപ്പാട് കിട്ടിയില്ല. അതുകൊണ്ടാണ് യഹൂദനായ യോഹന്നാൻ, ക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷം നടന്ന യോഹന്നാൻ എന്ന ശിഷ്യൻ, മുക്കുവനായിരുന്നു. അപ്പനായ സബദിയുടെ കൂടെ മീൻ പിടിക്കുകയും വല നന്നാക്കുകയും ഒക്കെ ചെയ്ത ഒരു സാധാരണ മുക്കുവൻ, വിദ്യാഭ്യാസമില്ലാത്ത ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ, താൻ്റെ ദേശത്ത് താനായിരുന്ന കടൽ തീരത്തേക്ക് ഇറങ്ങി വന്ന് നടക്കുന്ന ചെറുപ്പക്കാരൻ ദൈവപുത്രനാണെന്ന് തനിക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ അവിടുത്തെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ, അവൻ കടലിനെ അടക്കിയപ്പോൾ, അവിടുന്ന് തന്നെ ശിഷ്യന്മാരിൽ ഒരാളായി ക്ഷണിച്ച് കൊണ്ടുപോയപ്പോൾ, ആ സ്നേഹം കണ്ടപ്പോൾ, മഹാപാപിയെപ്പോലും സ്നേഹിക്കുന്ന ആ ദിവ്യ സ്നേഹം കണ്ടപ്പോൾ, യഹൂദനായ യോഹന്നാൻ തനിക്ക് ഏതൊരു യഹൂദനും അറിയാവുന്ന പോലെ പഴയ നിയമത്തിലെ ക്രിസ്തുവിന് മുമ്പുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് പറഞ്ഞിരിക്കുന്ന മശിഹായാണ്, ലോകരക്ഷകനായി ഈ ഭൂമിയിലേക്ക് അയക്കുമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിലൂടെ, ഞാൻ മീൻ പിടിക്കുന്ന സ്ഥലത്തൂടെ വന്നിരിക്കുന്നത് എന്നുള്ള ബോധ്യം യോഹന്നാനുണ്ട്. യോഹന്നാനൊക്കെ ആദ്യം പത്രോസ് അടക്കം എല്ലാവരും ക്രിസ്തുവിനെ ശങ്കയോടെയാണ് നോക്കിയത്. പക്ഷേ ആ ക്രിസ്തുവിൻ്റെ ദിവ്യ സ്നേഹം ലോകത്തിൽ ഒരു മനുഷ്യനും
പ്രദർശിപ്പിക്കാൻ കഴിയാത്ത ദൈവ സ്വഭാവങ്ങൾ ക്രിസ്തുവിൽ വെളിപ്പെട്ടപ്പോൾ ആ കണ്ട യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എഴുതുക, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യോഹന്നാൻ പറയുക, എൻ്റെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞ യഹൂദ ജനത യെരുശലേം ദേവാലയത്തിലും മരുഭൂമിയിലുമൊക്കെ ദൈവത്തെ ആരാധിച്ച, പർവ്വതത്തിൽ വെളിച്ചം കണ്ട മോശയെ പോലെയുള്ളവരൊക്കെ ദൈവത്തെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല, അവരൊന്നും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് യോഹന്നാൻ പറയുക, അവൻ്റെ തേജസ്, ഏകജാതനായവൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങളുടെ ചെവി കേട്ടതും ഞങ്ങൾ തൊട്ടതും ഞങ്ങൾ അറിയിക്കുന്നു. അവനാ യഥാർത്ഥ വചനം, അവനാ ദൈവം. അവൻ ദൈവം മനുഷ്യനായിട്ട് വന്നതാണ്. ഞങ്ങൾക്ക് സംശയമില്ല, ഇതുപോലൊരു സ്നേഹവാനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നവൻ, മരിച്ചുയർത്തവൻ. യോഹന്നാന് സാക്ഷ്യം ഒത്തിരി പറയാനുണ്ട്. ആ യോഹന്നാനാണ് പറയുന്നത്, ആരെങ്കിലും എവിടെങ്കിലും അതേ മരുഭൂമിയിൽ കണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോശ പർവ്വതത്തിൽ കണ്ടെന്ന് പറഞ്ഞാൽ, അതൊക്കെ ഒരു ദൈവ വെളിപ്പാടിൻ്റെ ഭാഗമായിരിക്കും. യോഹന്നാൻ പറഞ്ഞ്, ഞാൻ സമ്മതിച്ചു തരില്ല, ഇല്ല, അതല്ല, ഞങ്ങൾ കണ്ടതാവൻ, ഞങ്ങൾ കണ്ട ആ സ്നേഹവാൻ, ജീവൻ തന്നവൻ, ഉയർത്തെഴുന്നേറ്റവൻ, ലോകാവസാനത്തോളം കൂടെ ഇരിക്കുന്നവൻ, ഇനിയും വരാൻ പോകുന്നവൻ, അവനാ, ആ യേശുവാ പിതാവിനെ വെളിപ്പെടുത്തിയത്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ ഒന്നോർത്തെ, 2000 വർഷം മുമ്പ് കുരുട്ട് കണ്ണുകളെ തുറന്നവൻ ഇന്നും ചെയ്യുകയാണ്. രോഗികളെ സൗഖ്യമാക്കുവൻ എന്നും ചെയ്യുക. ഏറ്റവും അത്ഭുതമല്ലേ, ക്രിമിനലുകൾ, ഒരു പോലീസിനും കോടതിക്കും ശിക്ഷയ്ക്കും മാറ്റാൻ കഴിയാഞ്ഞ ക്രിമിനലുകൾ ക്രിസ്തുവിൻ്റെ സ്നേഹം വരുമ്പോൾ രൂപാന്തരപ്പെടുക. സ്വർഗീയ വിരുന്നിൽ കോട്ടയത്ത് തന്നെ എനിക്കറിയാവുന്ന 100 കണക്കിന് പേർ, പോലീസുകാർക്കൊക്കെ തലവേദനയായിരുന്നവർ രൂപാന്തരപ്പെട്ടു. മാത്രമല്ല, നമ്മുടെ ഓരോ സ്ഥലങ്ങളിൽ, സ്വർഗീയ വിരുന്നിൽ മാത്രമല്ല, ലോകത്തിൽ എവിടെയും നോക്കിക്കാട്ടെ, പൗലൂസ് എന്ന കൊലപാതകിയെ യേശു മാറ്റി. അതെ, നരഭോജികൾ നരസ്നേഹികളാകുന്നത് കാണുമ്പോൾ, ക്രിമിനലുകൾ രൂപാന്തരപ്പെടുന്നത് കാണുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ, കുടുംബങ്ങൾ സമാധാനത്തിലേക്ക് വരുന്നത് കാണുമ്പോൾ നമുക്കറിയാം യേശു ജീവനോടെ ഇരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ വെളിപ്പെടുത്തിയത് കർത്താവായ യേശു ക്രിസ്തുവാണ്. മാനവജാതിക്ക് മുഴുവൻ ദൈവം ഇങ്ങനെ, ദൈവം കരുണയുള്ളവനാണ്. പഴയ നിയമത്തിലൊക്കെ ആണെങ്കിലും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലണമെങ്കിൽ യാഗ വഴിപാടുകളും ഒക്കെ ആയിട്ട് ചെല്ലണം. പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ യാഗവും കൊണ്ട് ചെല്ലേണ്ട, വഴിപാടും കൊണ്ട് ചെല്ലേണ്ട, നമ്മുടെ ബലഹീനതകളും പാപങ്ങളും നമ്മുടെ വീഴ്ചകളുമായിട്ട് അങ്ങ് ചെന്നാൽ മതി. ഒരപ്പനോട് നമ്മൾ പൈസ കൊടുത്തിട്ടല്ലല്ലോ ഒന്നും വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ സകലവും സൗജന്യമായി തൻ്റെ ജീവനെ, തൻ്റെ ജീവരക്തം നമ്മുടെ വീണ്ടെടുപ്പിനായി, നമ്മുടെ പാപമോചന യാഗമായി സ്വയം അർപ്പിച്ച ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത്. അപ്പം അതാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പുത്രൻ അവനെ വെളിപ്പെടുത്തി. അതുപോലെ തന്നെ യേശു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിൻ്റെ അടുക്കലെത്താം. അത് തന്നെയാണ് കർത്താവ് വീണ്ടും പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവാം ദൈവത്തെ കണ്ടിരിക്കുന്നു. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്തപേക്ഷിച്ചാലും പിതാവ് നൽകിത്തരും. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയാണ്, പുത്രൻ മുഖേന പിതാവിനോട് അടുക്കുവാൻ നമുക്കൊരു പുതിയ വഴി തുറന്നിരിക്കുന്നു. ആ വഴിയിലൂടെ കരുണയുടെ സിംഹാസനത്തിനടുത്തേക്ക്, അത് ശിക്ഷയുടെ സിംഹാസനത്തിലല്ല കർത്താവ് ഇന്നിരിക്കുന്നത്, ഒരു ന്യായാധിപനായിട്ടല്ല, നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനല്ല, നമ്മുടെ തെറ്റുകളിലും നമ്മുടെ കുറ്റങ്ങളിലും വീഴ്ചകളിലും കരുണ കാണിക്കുന്ന ഒരു സിംഹാസനത്തിൽ കർത്താവ് ഇന്നിരിക്കുകയാണ്. ആ സിംഹാസനത്തിനടുത്തേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റും. നമ്മുടെ ചില പ്രത്യേക പദ്ധതികളൊക്കെ ഗവൺമെൻറ് ഇടുമ്പോൾ ചിലപ്പോൾ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മന്ത്രിമാരൊക്കെ ജനസമ്പർക്കത്തിനായി അവിടെ വരുന്നത്, അവിടെ ശിക്ഷ നടത്താനല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ട് കരുണ കാണിക്കാനായിട്ട്. അവിടെ ഇരുന്നുകൊണ്ട് ഒരിക്കലും ഒരു ശിക്ഷയല്ല നടത്താൻ പോകുന്നത്. എന്നതുപോലെ കർത്താവ് ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം യേശുക്രിസ്തു വെളിപ്പെടുത്തിക്കൊണ്ട് കൃപയുടെ സിംഹാസനത്തിലിരിക്കുക. ഇന്ന് ഏത് വ്യക്തിക്കും കർത്താവിൻ്റെ അടുക്കൽ വരാം. അപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യം, 1 സ്വയാശ്രയം, 2 പരാശ്രയം, 3 ദൈവാശ്രയം. ആ ദൈവത്തെ ആർക്കും കാണാത്തത് കൊണ്ട് പെട്ടെന്ന് മനുഷ്യന് കാണാവുന്നതിൽ ആശ്രയിക്കും. എൻ്റെ പണം, എൻ്റെ കഴിവ്, എൻ്റെ വിദ്യാഭ്യാസം, അത് തീരുമ്പോൾ ഇന്നയാളുടെ കഴിവ്, ഇവരെ നോക്കും, അതിലേ മനുഷ്യനെ ആശ്രയിക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തെ കാണാൻ മേല.
പക്ഷേ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവായ യേശുക്രിസ്തു. അതിനുവേണ്ടി ഇന്ന് ഈ വചനം നമ്മുടെ അടുക്കൽ വരുന്നത്. സ്വന്തം ബലത്തിൽ ആശ്രയിച്ച് തളർന്നവർ, മനുഷ്യരുടെ അടുക്കൽ ചെന്ന് കൈ നീട്ടിയപ്പോൾ നിങ്ങൾക്ക് നാണമില്ലേ, പോകാൻ മേലെന്ന് ചോദിച്ച നിന്നാ വാക്ക് കേട്ടവർ, അവർക്ക് വേണ്ടി ഒരു കരം നീണ്ടുവരുന്നു. അതാണ് യേശുക്രിസ്തുവിൻ്റെ കരം. നമ്മൾ ഈ ബൈബിളിൽ ഈ ആദ്യം സ്വയത്തിൽ ആശ്രയിക്കുകയും തുടർന്ന് മനുഷ്യരിൽ ആശ്രയിക്കുകയും തുടർന്ന് ഈ ആശ്രയമെല്ലാം വിട്ട് പിതാവിൽ ആശ്രയിക്കുകയും ചെയ്ത ഒരു മകൻ്റെ കഥ വായിക്കുന്നുണ്ട്. മുടിയനായ പുത്രൻ്റെ കഥയെന്ന് എല്ലാവരും പറയുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ആ മകന് പിതാവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് വസ്തുവകയിൽ വരേണ്ടുന്ന എൻ്റെ അവകാശം ഇനി തരാൻ പറഞ്ഞു. അങ്ങനെ പിതാവ് ചേട്ടനും അനിയനും വേണ്ടി തൻ്റെ മുതൽ മുഴുവൻ പകുത്ത് അനിയൻ്റെ മുഴുവൻ കൊടുത്തു. അനിയൻ അപ്പോൾ തന്നെ ഈ വസ്തുവക മുഴുവൻ വിറ്റു ഒത്തിരി പണം സമ്പാദിച്ചു. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിഷ്ടം പോലെ പൈസയുണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല. അതാണല്ലോ അവൻ ആ വസ്തുവെല്ലാം വിറ്റ് പണവുമായി ദൂരദേശത്ത് പോയി. ഇനി എനിക്ക് ആരും വേണ്ട, അപ്പനും വേണ്ട, ആരും വേണ്ട, എനിക്കറിയാം പൈസ ഉണ്ട് എന്താ നടക്കാത്ത. എന്നെ കേൾക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ചെറുപ്പക്കാരടക്കമുള്ളവരോട് പറയട്ടെ, അതൊന്നും നിലനിൽക്കണമെന്നില്ല. അവൻ ദൂരദേശത്ത് പോയി വസ്തുവകയെല്ലാം നാനാവിധമാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. അവൻ്റെ ചേട്ടൻ വന്ന് പറയുമ്പോൾ വേശ്യമാരോടുകൂടെ അവൻ്റെ മുതൽ കളഞ്ഞെന്ന് ഒരുപക്ഷെ ഇവിടെ വാർത്ത വന്നിട്ടായിരിക്കും. എന്തുവാകട്ടെ, കുറേ പൈസ കയ്യിലുണ്ടെങ്കിൽ തീരാൻ എന്ത് സമയമാണ് വേണ്ടിയത്. ഈ മുടിയനായ പുത്രൻ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ പണം തീർന്നു, തൻ്റെ കൂട്ടുകാരെല്ലാം 4 വഴിക്ക് പോയി. പൈസ ഉള്ളപ്പം ഉയർത്താൻ ഒത്തിരി പേര് കാണുമല്ലോ, എല്ലാവരും 4 വഴിക്ക് പോയി. നമ്മളിങ്ങനെ വായിക്കുന്നു. ഒടുവിൽ താൻ വിശന്നും മരിക്കാറായപ്പോൾ താൻ ജോലി തേടി പോവുക. അങ്ങനെ ആ നാട്ടിൽ ഒരു മനുഷ്യനെ പോയി കണ്ടിട്ട്, ഇതൊരു യഹൂദൻ്റെ കഥയാണല്ലോ പറയുന്നത്. യഹൂദന്മാർ ഒരിക്കലും അവർ ചെയ്യാത്ത പന്നി മേയ്ക്കുകയോ പന്നി വളർത്തുകയോ പന്നിമാംസം തിന്നുകയോ അവർ ചെയ്യില്ല. എന്നാൽ ആ വിജാതിയരുടെ ദേശത്ത് ദൂരദേശത്ത് താൻ പോയല്ലോ, തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് പോയി അവിടെ പന്നികളെ മേയ്ക്കുന്ന ഒരു സ്ഥലത്ത് ഒരു യജമാനെ പോയി കൊണ്ട് എനിക്ക് എന്തെങ്കിലും പണി വേണം, തിന്നാനൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ അവനെ പന്നി മേയ്ക്കാനായിട്ട് വിടുകയാണ്. ഇയാളോ ഇയാളുടെ പാരമ്പര്യത്തിൽ ആരോ ചെയ്തിട്ടില്ലാത്ത ജോലികൾ ചെയ്യുകയാണ്. നമ്മൾ വായിക്കുന്ന ഒടുവിൽ അവിടെ പന്നി തിന്നുന്ന വാളവരെ പോലും അവന് കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ അവന് കൂലി കൊടുത്തില്ല, നീ ഇവിടെ പോയി പണിതോളാൻ പറഞ്ഞു. ഭക്ഷണം പോലും കൊടുത്തില്ല. മനുഷ്യരിൽ ആശ്രയിച്ചു. ദേശത്തെ ഒരു മുഖ്യനെ പോയി കണ്ടു. ഒരു ദേശത്തെ ഉന്നതനും നമ്മളെ ചിലപ്പോൾ സമയത്ത് സഹായിച്ചില്ലെന്നിരിക്കത്തില്ല. സഹായിക്കാൻ പോയ ആൾ മുതലെടുക്കുക. നമ്മളെ ഒരു നേരത്തെ കഞ്ഞിക്കാവുക, പക്ഷേ നമ്മളെ മുതലെടുക്കുക. ഈ വ്യക്തിയെ മുതലെടുത്തു. പന്നിക്ക് വാളവരെ ഇട്ട് കൊടുക്കും, അതിലൊരെണ്ണം തിന്നാൻ പോലും സമ്മതിക്കാത്ത സ്ഥിതി വന്നപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ മനുഷ്യൻ അപ്പൻ്റെ വീടിനെക്കുറിച്ച് ഓർത്തു. വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തു ഇത് ദൈവത്തിൻ്റെ അടുക്കൽ പാപികൾ വരുന്നതിനെക്കുറിച്ച്, അഥവാ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ പാപികളും ദോഷികളും ഒക്കെ ആൾക്കാർ വന്നപ്പോൾ അന്നത്തെ പരീശന്മാർ വിമർശിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ൻ്റെ ആദ്യം വായിക്കുമ്പോൾ കണ്ട, ഇവൻ ചുങ്കക്കാരോട് തിന്നുന്നു, പാപികളോട് തിന്നുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ആ വിമർശിച്ചവരോട് പറഞ്ഞ കഥയാണ്. ഒരപ്പന് 2 മക്കളുണ്ട്, പക്ഷേ ഒരുവൻ നഷ്ടപ്പെട്ട് തകർന്ന് ഇങ്ങനെ പന്നിക്കുഴിയിൽ പോയാൽ അവൻ മടങ്ങി വന്നാൽ ആ അപ്പൻ സ്വീകരിക്കില്ലയോ, അത് തന്നെയാണ് ഞാനീ ചെയ്യുന്നത് എന്നാ കർത്താവ് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് അന്ന് തകർന്നവരും വീണവരും വന്നതുപോലെ പിതാവാം ദൈവം തന്നെയാണ് പുത്രനായി ഇവിടെ ഇറങ്ങി വന്നത്. യേശു പറഞ്ഞു, പിതാവും ഞാനും ഒന്നാകുന്നു. നമ്മളെ സ്നേഹിക്കുന്ന പിതാവ് ദൈവം. ഇനി ദൈവത്തെ ആശ്രയിച്ച് നമ്മളെങ്ങോട്ടും പോകേണ്ട, ഇതാ അവൻ നമ്മുടെ അടുക്കൽ വന്നിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദേശം നിങ്ങളുടെ വീടുകളിൽ എത്തിയിരിക്കുന്നത്. ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ ആയിരിക്കാം, വെബ്സൈറ്റിലൂടെ ആകാം, വെബ് TV-യിലൂടെ ആകാം, നിങ്ങളുടെ സ്മാർട്ട് ഫോണിലോ ആയിരിക്കാം ഇത് കേൾക്കുന്നത്. ദൈവം തന്നിൽ ആശ്രയിക്കാൻ മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ തങ്കുബ്രദൻ എന്നോട് തൻ്റെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ദൈവമുണ്ട്, ദൈവത്തെ വിശ്വസിച്ചിരുന്നു, പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ യൗവന പ്രായത്തിലെത്തിയപ്പോൾ ഒരു ഘട്ടം വന്നപ്പോൾ ഈ ആത്മീയത തന്നെ ഒരു കബളിപ്പിക്കലാണ്. മതവും ദൈവവിശ്വാസവും എല്ലാം മനുഷ്യനെ പിടുങ്ങാനുള്ളൊരു പരിപാടിയാണ് എന്നൊരു ചിന്തയിലേക്ക് താൻ വന്നു. ആ സമയത്ത് ബിസിനസ് ഉണ്ടായി. കോട്ടയത്ത് മാത്രമല്ല
പല സ്ഥലങ്ങളിൽ രാജ്യത്ത് പലയിടത്ത് ബിസിനസ്സുകളൊരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനായിട്ട് ബ്രദർ ഇങ്ങനെ ആ ചെറുപ്രായത്തിൽ കയറി വരുമ്പോൾ പൈസ കയ്യിലായപ്പോൾ തനിക്ക് ഒടുവിൽ താനൊരു കൺക്ലൂഷനിലെത്തി ഈ മതവിശ്വാസവും ദൈവവും എന്നൊക്കെ പറഞ്ഞ ചുമ്മാതാ, ഈ ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ പ്രാർത്ഥനയെന്ന് പറഞ്ഞ് നടന്നാൽ മതിയല്ലോ, മനുഷ്യനെ കളിപ്പിക്കുന്ന മാർഗമായത് എന്ന് പറയുന്ന തൻ്റെ ഓഫീസിലൊക്കെ സുവിശേഷമായി ചെല്ലുന്നവരെ ഇങ്ങനെ പറഞ്ഞ് വാദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറിയ ഒരു ഘട്ടത്തിൽ അദ്ദേഹം എന്നോട് എപ്പോഴും പറയാറുണ്ട്, സാക്ഷ്യത്തിനും പറയാറുണ്ട്. ഒടുവിൽ ഒരു വാഹനമെടുത്ത് താൻ ആദ്യമായിട്ടൊരു പുതിയ വാഹനം വാങ്ങി പൂനായിൽ നിന്നും തങ്കു ബ്രദർ നാട്ടിലേക്ക് കൂടെ ആരൊക്കെ ഉണ്ട് ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ ഒരു ലോറിയുമായി നേർക്കുനേർ വഴിയിൽ വെച്ച് ഇടിച്ച ആ വാഹനം, പൊത്തുവാഹനം മുഴുവൻ തകർന്ന് അതിൽ ഉള്ളവരെല്ലാം ദാരുണമായി പരിക്കേറ്റ് തങ്കു ബ്രദറിൻ്റെ വാരിയല്ലുകൾ ഒടിഞ്ഞ് മുട്ടൊടിഞ്ഞ് വെർട്ടിബ്രയ്ക്ക് ഒടിവ് വന്ന് ശരീരം തളർന്ന ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അപ്പോൾ മനസ്സിലായല്ലോ, ഡോക്ടർ വന്ന് മാത്യു നിങ്ങൾക്കിനി ജീവിതത്തിൽ ഒരു സാധാരണ വ്യക്തിയായി ജീവിക്കാൻ ഒക്കില്ല, മെഡിക്കൽ സയൻസിന് സഹായിക്കാൻ ഒക്കത്തില്ല. ഉടനെ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജ്യേഷ്ഠനുണ്ട്, എനിക്ക് എത്ര പണം വേണമെങ്കിലും മുടക്കാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നടക്കത്തില്ല എന്ന് കൈ മലർത്തിയപ്പോൾ ഇപ്പോഴും തങ്കബ്രദറുണ്ട് ഈ തൻ്റെ ഇടവും പണവും എന്നൊക്കെ പറയുന്നത് ഒരു നിമിഷം കൊണ്ട് ചോർന്നു പോകുന്നു ഞാൻ അനുഭവിച്ചു. എൻ്റെ വ്യക്തിപരമായും ഞങ്ങളുടെ കുടുംബത്തിലും ഞാനത് അനുഭവിച്ചു. നിനക്കൾക്ക് ഏതൊരു വ്യക്തിയോട് ഞാൻ പറയട്ടെ, നമുക്കൊന്നും അഹങ്കരിക്കാനില്ല. നമ്മളുടെ കഴിവുകൾ അസ്ഥാനത്താവും. നമ്മുടെ സ്വയാശ്രയം നമ്മളെ അപകടത്തിലെത്തിക്കും. പരാശ്രയം, ഇന്നയാളിനെ സഹായിക്കുമായിരിക്കും, ഇന്നയാൾ ഇല്ലെന്നേ, അവരൊക്കെ ഒരു ദിവസം തള്ളിപ്പറയും. പക്ഷേ തള്ളിപ്പറയാത്ത ഒരുവനുണ്ട്, നമ്മുടെ നല്ല ദൈവം. ഈശ്വരനെന്നോ ദൈവമെന്നോ പരമേശ്വരനെന്നോ എന്താ വിളിക്കുന്നത്, ആ ദൈവം, ഏക ദൈവം, നമ്മുടെ സൃഷ്ടിതാവായ ദൈവം, അവിടെ നമ്മളെ കൈവിടത്തില്ല. ആ ദൈവം സ്വയം നമുക്ക് ആശ്രയിക്കാൻ നമുക്കൊന്ന് മനസ്സിലാക്കി തരണ്ടേ, അതിനാണ് മനുഷ്യനായിട്ട് ഇവിടെ ഇറങ്ങി വന്നത്. യേശു കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ, അവനെ ഈ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ ദൈവം പ്രവാചകന്മാരിലൂടെ പറഞ്ഞൊരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടി അയക്കുന്നതെന്നല്ല, ഇതാ സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. യേശു ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞത് ലോകരക്ഷകനായി അവനെ അയച്ചിരിക്കുന്ന യോഹന്നാൻ പറഞ്ഞു. സകല ഭൂസീമാവാസികളുമേ നിങ്ങൾക്കുള്ള സദ്വർത്തമാനം ഇതാ എന്നാണ് ക്രിസ്തുവിൻ്റെ പിറവിയിൽ ദൈവം പറയുന്നത്. ഇന്നെന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും അത് നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും. നമ്മൾ വായിച്ച വാക്യതാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ്ത്താണിരിപ്പിൻ. ആ ദൈവത്തിൻ്റെ കരം യേശുവ. അപ്പോൾ തന്നെ ആ ഭാഗം പത്രോസിൻ്റെ ലേഖനം വായിച്ചാൽ നിങ്ങൾ മൂപ്പന്മാർക്ക് കീഴടങ്ങുവീൻ. കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പോയി സുവിശേഷം പറയണം, നിങ്ങളുടെ വാക്ക് കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. നേരിട്ട് ദൈവത്തെ പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനല്ല, പക്ഷേ ദൈവം പദ്ധതിയിട്ട് തൻ്റെ സന്ദേശവുമായി കർത്താവ് നമ്മുടെ അടുക്കൽ തൻ്റെ ദാസന്മാരെ അയക്കുക. ഇന്ന് ഈ ശുശ്രൂഷ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിലേക്ക്, നിങ്ങളുടെ സമീപത്തേക്ക്, പ്രതിസന്ധിയിലേക്ക്, എല്ലാവരും കൈവിട്ട സ്ഥാനത്തേക്ക് യേശുവാ വന്നിരിക്കുന്നത്. മകനെ, ഞാൻ നിന്നെ സഹായിക്കാം, ഏത് പ്രതിസന്ധിയിലും ഞാൻ അത്ഭുത വഴിയൊരുക്കാം. നമ്മളെ സഹായിക്കുമെന്ന് പറഞ്ഞവർ തിരിഞ്ഞ് ഉപദ്രവിക്കുകയാണോ, കരങ്ങളിൽ വഹിക്കുന്നവൻ നമ്മുടെ സമീപമുണ്ട്. ഇതെല്ലാം സംഭവിക്കുന്ന ഒരു അത്ഭുത നാമത്തിലാണ്, യേശുവിൻ്റെ നാമത്തിൽ. യേശു കർത്താവ് പറഞ്ഞ, എൻ്റെ നാമത്തിൽ നിങ്ങൾ ദുരാത്മാക്കളെ വെളിയിലാക്കും, പിശാചുക്കളോട് പോകാൻ പറയാൻ പറ്റും. എൻ്റെ നാമത്തിൽ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ ബന്ധനങ്ങളും എല്ലാ പ്രശ്നങ്ങളും മുട്ടുമടക്കും. എൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ പറയട്ടെ, കർത്താവിൻ്റെ മുമ്പിൽ കൈ നീട്ടിയാൽ വേറെ ആരുടെയും മുമ്പിൽ കൈ നീട്ടാൻ അനുവദിക്കില്ല. കർത്താവിൻ്റെ മുമ്പിൽ മുഴങ്കാൽ മടക്കിയാൽ മറ്റാരുടെയും മുമ്പിൽ തലകുനിയാൻ കർത്താവ് അനുവദിക്കത്തില്ല. യേശുവിൻ്റെ സ്നേഹം നമ്മളെ വിളിക്കുക. കർത്താവേ, എൻ്റെ ജീവിതം ഞാൻ അങ്ങയുടെ കയ്യിൽ തരികയാണ്, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ ആത്മാവിനെ എനിക്ക് തരണമേ. യേശുവേ, അങ്ങ് എൻ്റെ പാപപരിഹാരത്തിനായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. കം ഇൻ ടു മൈ ലൈഫ് മൈ ജീസസ് ആൻഡ് മേക്ക് മീ യുവർ പൊസഷൻ. എന്നെ അങ്ങയുടേതാക്കി മാറ്റണമേ. എൻ്റെ എല്ലാ കാര്യത്തിലും ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങനെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ പുത്രനിലൂടെയാണല്ലോ ഞങ്ങൾ അങ്ങയെ കാണുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് ആരും ലജ്ജിച്ചു പോയിട്ടില്ല എന്നങ്ങയുടെ വചനമുണ്ടല്ലോ. ഇന്ന് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരെയും
കർത്താവിൻ്റെ തൃക്കരങ്ങൾ തരുന്നു. ആശ്രയത്തിൽ, സ്വന്തം ബലത്തിൽ, സ്വന്തം കഴിവിൽ, പണത്തിൽ ഒക്കെ നോക്കി പരാജയപ്പെട്ടവരെന്നെ കേൾക്കുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടി നിന്നാ വാക്കുകൾ കേട്ട് ഭാരത്തിലിരിക്കുന്നവരെന്നെ കേൾക്കുന്നു. ഡോക്ടർമാർ ചില റിപ്പോർട്ടുകൾ പറഞ്ഞ് ഞങ്ങൾക്കും സാധ്യമല്ല എന്ന് പറഞ്ഞവരെന്നെ കേൾക്കുന്നു. കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ യേശുവേ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ കരം ഈ മക്കളെ തൊടണമേ. ഭാരങ്ങൾ മാറട്ടെ. സാമ്പത്തികമായ വിഷയങ്ങൾക്ക് വിടുതലാകട്ടെ. രോഗസൗഖ്യം ഈ നിമിഷം സംഭവിക്കട്ടെ. അസാധ്യം, മെഡിക്കൽ സയൻസിന് അസാധ്യം എന്ന് പറഞ്ഞെടുത്ത് കർത്താവെ, തിരുവചനത്തിൽ അങ്ങ് അനേകരെ സൗഖ്യമാക്കിയതായിട്ട് ഞങ്ങൾ വായിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചതായിട്ട് ഞങ്ങൾ വായിക്കുന്നു. മരിച്ച അവയവങ്ങൾ ജീവിക്കട്ടെ. മരിച്ചവർ ജീവനിലേക്ക് വരട്ടെ. അസ്വസ്ഥതകൾ മാറട്ടെ. കർത്താവെ, യേശുവെ, ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ തൃക്കരങ്ങളിൽ തരികയാണ്. ഞങ്ങളെ വിടുവിക്കുന്നതിനായി നന്ദി. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മേൽ അഭിഷേകവും ശക്തിയും വിടുതലും അവരുടെ കുടുംബത്തിലും അവരുടെ തലമുറയിലും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാകട്ടെ. കർത്താവ് അങ്ങനെ ചെയ്തതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വയാശ്രയമല്ല, പരാശ്രയമല്ല, ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവൻ്റെ പുത്രനിലൂടെ കർത്താവിൻ്റെ അടുക്കൽ വരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കും. I bless you in Jesus' name. രാജാധിരാജനും